നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരനൂറ്റാണ്ടിന് ശേഷം ബംഗാൾ ഉൾക്കടലിൽ നാവിക സാന്നിധ്യം ഉറപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കത്തെ കരുതലോടെ വീക്ഷിച്ച് ഇന്ത്യ. ചൈനയിൽ നിന്ന് വാങ്ങിയ ഹങ്കോർ ക്ലാസിൽപ്പെട്ട 8 അന്തർവാഹിനികളിൽ ആദ്യത്തേത് കറാച്ചിയിലെത്തിയെന്ന് പാക് നാവികസേന തന്നെ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ജാഗ്രത. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സമുദ്രമേഖല ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ഈ നീക്കം പ്രതിരോധ വൃത്തങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വിശാഖപട്ടണം കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിനും തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കും സമീപം പാകിസ്ഥാൻ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിലാണ് ഇന്ത്യയുടെ ആശങ്ക. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ബംഗാൾ ഉൾക്കടൽ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഹങ്കോർ ക്ലാസ് മുങ്ങിക്കപ്പലുകൾക്ക് 20 ദിവസം വരെ വെള്ളത്തിനടിയിൽ കഴിയാൻ ശേഷിയുണ്ട്. അന്തർവാഹിനിക്ക് ഹങ്കോർ എന്ന പേരും യാദൃശ്ചികമല്ല. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് INS കുക്രി എന്ന ഇന്ത്യൻ പടക്കപ്പൽ തകർത്തത് PNS ഹങ്കോർ എന്ന പാക് മുങ്ങിക്കപ്പലാണ്. യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയെങ്കിലും കുക്രി നഷ്ടപ്പെട്ടത് വലിയ ആഘാതമായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ചൈനയിൽ വെച്ച് കമ്മീഷൻ ചെയ്ത ആദ്യ ഹങ്കോർ ക്ലാസ് അന്തർവാഹിനി കഴിഞ്ഞ ആഴ്ചയാണ് കറാച്ചി തുറമുഖത്തെത്തിയത്. ഈ അന്തർവാഹിനിയുടെ വരവോടെ അറബിക്കടലിന് പുറത്തേക്ക് യാതൊരു സ്വാധീനവുമില്ലാതിരുന്ന ബംഗാൾ ഉൾക്കടലിലേക്ക് കൂടി തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിക്കാൻ സാധിക്കുമെന്ന് പാക് നാവികസേന പ്രതീക്ഷ. ഇന്ത്യയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്ന വിശാഖപട്ടണവും തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ബംഗാൾ ഉൾക്കടലിലാണ്. ഇന്ത്യയുടെ പ്രധാന വ്യാപാര ഊർജ്ജപാതകളും ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മേഖലയിൽ നിലവിൽ ഇന്ത്യൻ നാവികസേനയ്ക്കാണ് പൂർണ്ണ മേധാവിത്വമുള്ളത്. 1971 യുദ്ധകാലത്ത് ഇന്ത്യൻ നാവികസേനയുടെ INS കുക്രി എന്ന യുദ്ധക്കപ്പൽ തകർത്ത പാകിസ്ഥാന്റെ പഴയ അന്തർവാഹിനിയുടെ പേര് PNS ഹങ്കോർ എന്നാണ്. ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുകയും ചെയ്തതോടെ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള പാക് നാവികസേനയുടെ സാന്നിധ്യം പൂർണ്ണമായി ഇല്ലാതായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ തങ്ങളുടെ പുതിയ പ്രൊജക്റ്റിനെ ഹങ്കോർ എന്ന് വീണ്ടും പേരിട്ടിരിക്കുന്നത്. ചൈനയുടെ ടൈപ്പ് 039A യുവാൻ ക്ലാസ് അന്തർവാഹിനിയുടെ രൂപരേഖയിലാണ് ഹങ്കോർ നിർമ്മിച്ചിരിക്കുന്നത്. ആകെ 8 ഹങ്കോർ ക്ലാസ് അന്തർവാഹിനികളാണ് പാകിസ്ഥാൻ നാവികസേനയുടെ ഭാഗമാക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിൽ 4 എണ്ണം ചൈന നേരിട്ട് നിർമ്മിച്ചു നൽകും. ബാക്കി 4 എണ്ണം ചൈനീസ് സാങ്കേതിക വിദ്യയോടെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിർമ്മിക്കും. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയുള്ളതാണ് ഈ അന്തർവാഹിനികൾ. സാധാരണ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളെ പോലെ ബാറ്ററികൾ ചാർജ് ചെയ്യാനായി ഇവയ്ക്ക് അടിക്കടി സമുദ്രോപരിതലത്തിലേക്ക് വരേണ്ടതില്ല. ആഴ്ചകളോളം വെള്ളത്തിനടിയിൽ കിടക്കാൻ ഇവയ്ക്ക് സാധിക്കും. ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ടെന്നാണ് സൂചന. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ അധികാരമേറ്റതിനു ശേഷം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള സൈനിക നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട്. 1971 ശേഷം ആദ്യമായി കറാച്ചിയിൽ നിന്നും ചിറ്റ്ഗോഖയിലേക്ക് നേരിട്ടുള്ള സമുദ്ര വ്യാപാരം കഴിഞ്ഞ വർഷം പുനരാരംഭിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിനും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനും കരാറുകൾ ഒപ്പിടുന്നത് ചർച്ചയിലാണ്. ബംഗ്ലാദേശിന്റെ ഈ മാറ്റം പാകിസ്ഥാനെ ബംഗാൾ ഉൾക്കടലിൽ കൂടുതൽ എളുപ്പത്തിൽ സ്വാധീനമുറപ്പിക്കാൻ സഹായകരമായേക്കുമെന്നാണ് വിലയിരുത്തൽ. ബംഗാൾ ഉൾക്കടലിനെ പൂർണ്ണമായും അധീനതയിലാക്കാൻ പാകിസ്ഥാന് കഴിയില്ല. പക്ഷേ ചൈനയുടെ പിന്തുണയോടെയുള്ള ഈ കടന്നുകയറ്റം ഇന്ത്യക്ക് വലിയൊരു തലവേദനയായി മാറും. ഇതിനകം കറാച്ചിയിലെത്തിയ പാക് അന്തർവാഹിനിയുടെ ശബ്ദ തരംഗങ്ങൾ കണ്ടെത്താനായി ഇന്ത്യൻ നാവികസേന തങ്ങളുടെ P-8I പൊസൈഡൻ നിരീക്ഷണ വിമാനങ്ങൾ ഉപയോഗിച്ച് അറബിക്കടലിൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് ഹങ്കോർ എന്ന പാക് അന്തർവാഹിനികൾ. 1971 നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിനിടെയാണ് പാകിസ്ഥാന്റെ PNS ഹങ്കോറിന്റെ ആക്രമണത്തിലാണ് ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ INS കുക്രി മുങ്ങിയത്. അറബിക്കടലിൽ ഗുജറാത്തിലെ ദിയു തീരത്ത് നിന്നും ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെ പട്രോളിംഗ് നടത്തുകയായിരുന്നു INS കുക്രിയെയും സഹകപ്പലായ INS കൃപാണിനെയും ഹങ്കോർ ആക്രമിച്ചു. സ്വാതന്ത്ര്യാനന്തരം യുദ്ധസമയത്ത് ഒരു ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ മുങ്ങിയ ആദ്യ സംഭവം പാകിസ്ഥാന്റെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട നാവിക ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത്.
INS കുക്രി മുങ്ങിയെങ്കിലും 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ വിജയം നേടിയില്ല. ഇന്ത്യൻ സേന ഗുജറാത്തിനെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശിന്റെ വിമോചനം ഉറപ്പാക്കി. 55 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പാകിസ്ഥാന്റെ ഹങ്കോർ അന്തർവാഹിനി വാർത്തകളിൽ ഇടം നേടുകയാണ്. ഏപ്രിലിൽ ചൈനയിൽ കമ്മീഷൻ ചെയ്ത പാകിസ്ഥാന്റെ ഹങ്കോർ ക്ലാസ് അന്തർവാഹിനികളിൽ ആദ്യത്തേത് കഴിഞ്ഞ ആഴ്ച കറാച്ചിയിൽ എത്തിയിരുന്നു. 1971 യുദ്ധത്തിന് ശേഷം വടക്കൻ അറബിക്കടലിൽ മാത്രമായി ചുരുങ്ങിയ നാവിക സാന്നിധ്യം ബംഗാൾ ഉൾക്കടലിലേക്ക് വ്യാപിപ്പിക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമം. ബംഗാൾ ഉൾക്കടൽ പരമ്പരാഗതമായി ഇന്ത്യക്ക് ഭൂമിശാസ്ത്രപരമായും തന്ത്രപ്രധാനപരമായും പ്രാധാന്യമുള്ള സ്ഥലമാണ്. വിശാഖപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ നിർണായകമായ കിഴക്കൻ നാവിക കമാൻഡും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ടാണുള്ളത്. ഇന്ത്യക്കും ബംഗാളിനും ഇടയിലുള്ള ചരക്ക് ഊർജ്ജ വ്യാപാരത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് ഇവ. ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലാന്റ്, മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി അടുത്ത് സ്ഥിതി ചെയ്യുന്ന ജലാശയമാണ് ബംഗാൾ ഉൾക്കടൽ. ഇവിടെ അന്തർവാഹിനികളെ വിന്യസിക്കാനുള്ള തീരുമാനം ഒരു ഗെയിം ചേഞ്ചർ പദ്ധതിയായാണ് പാക് സേന കണക്കാക്കുന്നത്. ഹങ്കോർ ക്ലാസ് വിഭാഗത്തിൽ 8 അന്തർവാഹിനികൾ ഉൾപ്പെടുത്താനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ഈ മാസം കറാച്ചിയിലെത്തിയ PNS ഹങ്കോർ ഇവയിൽ ആദ്യത്തേതാണ്. ചൈനയിൽ നിർമ്മിച്ച ഈ അന്തർവാഹിനികളിൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതായത് ബാറ്ററികൾ റീചാർജ് ചെയ്യുന്നതിന് ഇവയ്ക്ക് ഇടയ്ക്കിടെ ഉപരിതലത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് ദീർഘനേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയും. ഈ സവിശേഷത ഉള്ളതിനാൽ ഇവയെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും അത്ര പെട്ടെന്ന് കഴിയില്ല. അതേസമയം കഴിഞ്ഞ 5 പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യൻ നാവികസേന സ്വതന്ത്രമായി അത്യാധുനിക യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും നിർമ്മിക്കുന്ന തരത്തിൽ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ, 2 വിമാനവാഹിനി കപ്പലുകൾ, ദീർഘദൂര സമുദ്ര നിരീക്ഷണ സംവിധാനങ്ങൾ എന്നീ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യയുടെ ശക്തമായ സാന്നിധ്യം തുടരുന്നതിനിടെയാണ് പാകിസ്ഥാന്റെ നിർണായക നീക്കം.